നമ്മുടെ +1 മോഡൽ എക്സാമിന് വന്ന കുട്ടികൾ മിക്കവരും എഴുതാതെ വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മോഡുലസിൻ്റെ ഗ്രാഫ്. എക്സാമിന് ഉറപ്പായിട്ടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മോഡുലസിൻ്റെ ഗ്രാഫ് വരും. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഗ്രാഫ് അല്ല വന്നത്. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗ്രാഫ് വരയ്ക്കാൻ തരുന്നത്. സാധാരണ തിരിച്ചുള്ളതായിരുന്നു. മോഡുലസ് x -3, മോഡുലസ് x +2 അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് x +2. ഇത് 3 - മോഡുലസ് x. ഇതാണ് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിച്ച് കൊടുത്തു വിട്ടായിരുന്നു. നമ്മുടെ റിവിഷൻ സമയത്ത് നമ്മുടെ ഓഫ്ലൈൻ കുട്ടികൾക്ക് ഇത് ആദ്യമായിട്ടാണ് കൊടുത്തതും. ഞാൻ പറഞ്ഞായിരുന്നു ഇത് ആദ്യമായിട്ടാണ് തരുന്നതെന്നുള്ളതും. പക്ഷേ എക്സാമിന് വന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റങ്ങളും പുതിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ കരുതിയിരിക്കണം. ഓക്കെ, f(x) ഇത് 3 - മോഡുലസ് x. അപ്പോൾ അതിനെ നമ്മളൊന്ന് വരച്ചെടുക്കുന്ന രീതിയും രണ്ടാമത് അതിൻ്റെ റേഞ്ചും. ഇനി മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ഉണ്ടല്ലോ, +2 എത്തുമ്പോൾ പ്രാക്ടിക്കൽ, ആ പ്രാക്ടിക്കലുമായിട്ട് ചേർന്നാണ് ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെ വന്നേക്കുന്നത്. കാരണം അത് കണ്ട് നല്ല രീതിയിൽ കൂടെ മനസ്സിലായി ഇതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ വിസിബിൾ ആകാൻ പറ്റും പ്രാക്ടിക്കലിൽ. എനിക്ക് തോന്നുന്നു അതുമായിട്ട് റിലേറ്റഡ് +2ലെയും ക്വസ്റ്റ്യൻസുകൾ ചിലത് കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്നൊന്ന് വരച്ച് വരാം. നമുക്ക് ആദ്യം മോഡുലസ് എക്സിനെ ഒന്ന് വരയ്ക്കാം. മോഡുലസ് എക്സ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാൻ ഏത് നോക്കിക്കോ, ഇതാണ് മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ്. ഇത് x ആക്സിസും y ആക്സിസും ഒക്കെയാണ്. ഓക്കെ, ഇതാണ് മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ്. മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മോഡുലസ് എക്സ്, ഇത് മോഡുലസ് എക്സ്, അടുത്തത് മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് വരുമ്പോൾ ഇങ്ങനെയാണത്. വി ഷേപ്പ് അല്ല, എ ഷേപ്പ്. അതുകൊണ്ട് ഇങ്ങനെയാണ്. ഇതാണ് മോഡുലസ് എക്സ്. ഉണ്ടോ, താഴോട്ട് പോവാം, മണ്ടയ്ക്കോട്ടില്ല. അപ്പോൾ മോഡുലസ് എക്സും മോഡുലസ് എക്സും കൃത്യമായി. ഇനി ഇപ്പോൾ നോക്കിക്കേ, എന്തോ ഇവിടെ നോക്കിക്കേ, 3 - മോഡുലസ് എക്സ് ആണ് അല്ലേ. ഈ 3 - മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് മോഡുലസ് എക്സ് +3 എന്നാണ് അർത്ഥം. ആക്ച്വലി തിരിച്ചെന്ന് എഴുതുമ്പോൾ മോഡുലസ് എക്സിനേക്കാളും, ഇത് മോഡുലസ് എക്സ് ആണ്, അതിനേക്കാളും 3 കൂടുതൽ, 3 യൂണിറ്റൂടെ പൊക്കം. ഓക്കെ, ഈ പ്ലസ് പുറത്ത് വരിക അല്ലെങ്കിൽ മൈനസ് പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇത് y ആക്സിസിൽ ഇങ്ങനെ ഓടി നടക്കുക, മണ്ടയ്ക്കോട്ടും താഴോട്ടും. അപ്പം മോഡുലസ് എക്സ് +3 എന്ന് പറയുമ്പോൾ ഓർത്തോണം എന്താണ്, ഈ നമ്മുടെ മോഡുലസ് എക്സിനേക്കാളും ഒരു 3 കൂടെ കൂടുതലാണെന്ന് അർത്ഥം കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെ കിടക്കുന്നതെങ്കിലും നമ്മളിതിനെ തിരിച്ചെഴുതുമ്പോഴാണ് അതിൻ്റെ മീനിങ് മനസ്സിലാവുന്നത്. മോഡുലസ് എക്സ് +3. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കണം. ഇത് x ആക്സിസും y ആക്സിസും ഒക്കെ നമ്മൾ വരച്ചതാണ്. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. നമ്മളിപ്പോൾ പഠിച്ചത് മോഡുലസ് എക്സ് ആണ്. അത് ഒറിജിനിൽ വന്നിട്ടാണ് ഇടിച്ചിട്ട് താഴോട്ട് പോയത്. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഒരു കൊണ്ട് ഒരു +3 എന്ന് പറഞ്ഞാൽ മോഡുലസ് എക്സിനേക്കാളും 3 കൂടി കൂടുതലാണെന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് കൂടെ ഇവിടെ എത്തി എന്നർത്ഥം. ഇതാണ് കൂടി എന്നർത്ഥം. ഇവിടെ നമ്മുടെ മോഡുലസ് എക്സ് ഇങ്ങനെയായിരുന്നു അല്ലേ, ഒരു 3 കൂടി ഉണ്ടോ, 1, 2, 3 യൂണിറ്റ് കൂടെ കൂടി എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് മോഡുലസ് എക്സ് +3 ഓർ 3 മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ്. ഇങ്ങനെയാണ് ഇതൊക്കെ പഠിച്ച് ഓർത്തിരിക്കാനുള്ള വഴികൾ, അതിൻ്റെ ക്ലൂ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി വരയ്ക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 3 മോഡുലസ് എക്സ് മാറി, ഇതൊരു 4 മോഡുലസ് എക്സ് ആയിരുന്നുവെങ്കിലോ, 4 മോഡുലസ് എക്സ് ആണെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും. കൃത്യമായല്ലോ. അങ്ങനെയാണെങ്കിൽ 2 ആണെങ്കിൽ പറ്റും. ഇനിയും -3 മോഡുലസ് എക്സ് വരാം. അപ്പോൾ താഴോട്ട് വരും കേട്ടോ, ഇവിടെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എല്ലാം ഇത്തിരി അവിടെ ഇവിടെയും ഒക്കെ പഠിച്ച് എങ്ങനെയും ഒന്ന് മാർക്ക് കിട്ടുക, അങ്ങനത്തെ രീതി അങ്ങനെയൊന്നും ആവരുത്. കൃത്യമായിരിക്കണം. ജോലി കിട്ടുന്നത് നല്ല അടിപൊളിയായിരിക്കണം, നല്ല സാലറിയോടുകൂടി. അതിനുവേണ്ടി ചെറിയ പഠിത്തം കൊണ്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമുക്കത് ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് എന്താ അവനെ, റേഞ്ച്. അപ്പോൾ നമുക്ക് ഇവനെ കളഞ്ഞേക്കാൻ, വേണ്ടാത്ത ഗ്രാഫ് ബാക്കി വേണ്ടതിനെ കളഞ്ഞു. നമുക്ക് വേണ്ടത് ഇതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, y ആക്സിസിലാണ് നോക്കുന്നത് കേട്ടോ. y ആക്സിസിന് താഴെ പിന്നെ മണ്ടയ്ക്ക് നോക്കിയാൽ എവിടം വരെ y ആക്സിസിൽ ഇത് പോയിട്ടുണ്ട്, തുടക്കവും കൊടുക്കും, അത്രേ ഉള്ളൂ. y ആക്സിസിൻ്റെ എവിടെ നിന്ന് മണ്ടയ്ക്ക് എവിടം വരെ താഴെ. x ആക്സിസ് നോക്കുക വേണ്ട. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് ഏറ്റവും ഹൈറ്റ് അല്ലേ. ഇനി മണ്ടയ്ക്കോട്ടില്ലല്ലോ, ഗ്രാഫ് താഴോട്ടാണല്ലോ. അപ്പോൾ ഇതാണ് ഏറ്റവും ഹൈറ്റ്. ഏതാ, 3. പിന്നെ താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതെങ്ങോട്ടും താഴോട്ട് പോവുക, ഈ -∞ വരെ താഴോട്ട് പോവാണ്.
ഓക്കെ. അല്ലാതെ ഇതില്ല, നിൽക്കുന്നില്ല, താഴോട്ടങ്ങ് വരച്ച് താഴോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -∞ വരെ. അപ്പോൾ റേഞ്ച് എഴുതുമ്പോൾ ഈ -∞ തൊട്ട് 3 വരെ. ഓക്കെ, -∞ തൊട്ട് 3 വരെ ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇതാണ് റേഞ്ച്. കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണെന്ന് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അപ്പോൾ റേഞ്ചും കിട്ടി. ഡൊമൈൻ ചോദിക്കാം. ഡൊമൈൻ നമുക്ക് കുഴപ്പമില്ല, ആണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, -∞ ടു +∞, ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഇപ്പോൾ റേഞ്ചാണ് ചോദിച്ചത്, ക്ലിയറായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വഴി മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെയും നല്ലപോലെ മനസ്സിലായെങ്കിൽ മാത്രമേ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ, മനസ്സിലായെങ്കിൽ, പ്രയോജനമുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒട്ടും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേര്, ബെൽ ബട്ടനൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടേക്കണം. പിന്നെ ലൈക്കും ഒക്കെ ഒട്ടും മടിക്കാതെ തന്നേക്കണം. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. ഉടൻ വരും. ഗുഡ് ബൈ.